ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ ഏറെ ശ്രേഷ്ഠമാണ്. ആരാധനകൾ കൊണ്ട് ധന്യമാക്കേണ്ട ദിനങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെക്കാൾ ആരാധനകൾ കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമായ മറ്റൊരു ദിനവുമില്ല. നോമ്പ്, ഹജ്ജ്, നിസ്കാരം, ദാനധർമ്മം എന്നീ 4 സംഗമിക്കുന്ന മാസമാണ് ദുൽഹിജ്ജ. ഈ പ്രത്യേകത മറ്റൊരു മാസത്തിനുമില്ല. അതുകൊണ്ടാണ് ദുൽഹിജ്ജ മാസത്തിന് ഇത്രയും മഹത്വം ലഭിച്ചതെന്ന് ഹദീസുകളെ വിശദീകരിച്ച് ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ വ്യക്തമാക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ ഈ ദിനങ്ങളിൽ അങ്ങാടിയിലേക്ക് പുറപ്പെട്ടിരുന്നത് തക്ബീർ ചൊല്ലിക്കൊണ്ടായിരുന്നു. ജനങ്ങളും അവരോടൊപ്പം തക്ബീർ ഏറ്റുചൊല്ലുമായിരുന്നു. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിൽ നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുക എന്ന നബി വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവരങ്ങനെ ചെയ്തിരുന്നത്. ദുൽഹിജ്ജ 8 ദിവസവും നോമ്പ് നോൽക്കൽ ശക്തിയായ സുന്നത്താണ്. ഈ 10 ദിനങ്ങൾക്ക് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അവയെല്ലാം ഓരോ നബിമാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി പണ്ഡിതർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു വിട്ടുവീഴ്ച നൽകിയ ദിവസം ദുൽഹിജ്ജയിലെ 1-ാമത്തെ ദിവസമാണ്. അതിനാൽ ആ ദിനം നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു നൽകുന്നതാണ്. 2-ാം ദിനം യൂനുസ് നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും അവിടുന്ന് മത്സ്യവയറ്റിൽ നിന്ന് പുറത്തു വരികയും ചെയ്ത ദിവസമാണ്. ആ ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവൻ 1 വർഷം കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചവനെ പോലെയാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടത് 3-ാം ദിനത്തിലാണ്. അന്ന് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹു ഉത്തരം നൽകും. 4-ാം ദിനത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത്. അന്ന് നോമ്പെടുത്തവരുടെ ദാരിദ്ര്യവും പ്രയാസങ്ങളും അള്ളാഹു ഇല്ലാതാക്കും. 5-ാം ദിവസത്തിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ജനിച്ചത്. ഈ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ കാപട്യത്തിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും മോചനമുണ്ടാകും. 6-ാം ദിവസത്തിൻ്റെ പ്രത്യേകത, ആ ദിനത്തിലാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം നന്മകളുടെ കവാടം തുറന്നു കൊടുത്തത്. ഈ ദിനത്തിലെ നോമ്പെടുക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം ലഭിക്കും. 7-ാം ദിനത്തിൽ നരക കവാടങ്ങൾ അടക്കപ്പെടും. അയ്യാമുൽ അശ്ർ അഥവാ ദുൽഹിജ്ജ 10 ദിനങ്ങൾ കഴിയാതെ അത് തുറക്കപ്പെടുകയില്ല. ഈ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ പ്രയാസങ്ങളുടെ 30 കവാടങ്ങൾ അടക്കപ്പെടുകയും ഐശ്വര്യത്തിൻ്റെ 30 കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. 8-ാമത്തെ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത്രക്കും പ്രതിഫലമുണ്ട് ഇതിനെന്നർത്ഥം. അറഫാ ദിനമാണ് മറ്റൊന്ന്. ദുൽഹിജ്ജയിലെ 9-ാമത്തെ ദിവസമാണ് അറഫാ ദിനം. ഹജ്ജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫയിലെ സംഗമം. ഹജ്ജ് എന്നാൽ അറഫ എന്നാണ് പാഠം. അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്തുണ്ട്. മുമ്പുള്ള ഒരു വർഷത്തെയും ശേഷമുള്ള ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അറഫ നോമ്പ് കാരണമാകുമെന്ന് ഹദീസിലുണ്ട്. ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കണ്ടുമുട്ടിയ സ്ഥലമായതിനാലാണ് ഇതിനെ അറഫ എന്ന് വിളിക്കുന്നതെന്ന് അഭിപ്രായമുണ്ട്. അറഫ എന്ന നാമകരണത്തിന് മറ്റു പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രപ്രധാനമായ അവസാന പ്രസംഗം നിർവഹിച്ചത് ഇവിടെ വെച്ചായിരുന്നു. പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ജനസമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, നിങ്ങളോട് സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ വെച്ച് എന്നെക്കുറിച്ച് ചോദിക്കപ്പെടും. അപ്പോൾ എന്താണ് നിങ്ങൾ പറയുക? ജനസമൂഹം ഒരേ സ്വരത്തിൽ മറുപടി നൽകി, അങ്ങ് അള്ളാഹുവിൻ്റെ സന്ദേശം ഞങ്ങളെ അറിയിക്കുകയും അങ്ങയുടെ എല്ലാ ബാധ്യതകളും നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ മറുപടി നൽകും. അന്നേരം ആകാശത്തേക്ക് കണ്ണും കൈയും ഉയർത്തി അവിടുന്ന് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ, അള്ളാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗം ചരിത്രത്തിൽ ഇടം പിടിച്ച ഒന്നായിരുന്നു. ഇസ്ലാം പൂർണ്ണമായെന്നുള്ള ഖുർആൻ്റെ പ്രഖ്യാപനവും അറഫയിൽ വെച്ചായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.